പാലക്കാട് നഗരസഭാ ഭരണം ഇത്തവണ കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഇത്തവണ ഐക്യത്തോടെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. തമ്മിലെ തർക്കം കാരണം ഭരണം നഷ്ടപ്പെട്ട കഴിഞ്ഞകാല അവസ്ഥ കോൺഗ്രസിനോ യു.ഡി.എഫിനോ നിലവിലില്ല. ചില ചാനലുകളും പത്രങ്ങളും വഴി കോൺഗ്രസിനെതിരെ വ്യാജ പ്രചരണം നടത്തി. ഐക്യവും പ്രകടമാക്കി ജില്ലയിലെ മുഴുവൻ യു.ഡി.എഫിന്റെയും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിലും തൊട്ടു മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും നീരസങ്ങളും ഒക്കെ പരസ്യമായി പ്രകടമാക്കിയതിൻ്റെ കൂടെ ഒരു പരിണിത ഫലമാണ് ഭരണം നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വളരെ മുൻകൂട്ടി കണ്ട് ഈ പാലക്കാട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നഗരസഭയെ മോചിപ്പിക്കണമെന്ന് ഒരു മനസ്സോടുകൂടി തീരുമാനമെടുത്തതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് 53 സ്ഥാനാർത്ഥികളെയും വളരെ ഐക്യകണ്ഠേന നേരത്തെ തന്നെ പ്രഖ്യാപിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു വർഗീയ ശക്തികളുമായിട്ടും കൂട്ടുകൂടി ഈ അധികാരത്തിന് വേണ്ടി പ്രവർത്തിക്കില്ല. രണ്ട്, ഈ വർഗീയ ശക്തികളെ, ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ നഗരസഭാ ഭരണത്തെ അവസാനിപ്പിക്കാൻ ഏതു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ചെയ്യും. തീർച്ചയായിട്ടും യു.ഡി.എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകും. ഇത്തവണ 10 വർഷത്തിന് ശേഷം പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു.ഡി.എഫിന്റെ ഉരുക്കുകോട്ട എന്നറിയപ്പെട്ട പാലക്കാട് ഞങ്ങൾ തിരിച്ചുപിടിക്കും. യു.ഡി.എഫ് ബി.ജെ.പിക്ക് ഇന്നും മുഴുവൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബി.ജെ.പിയിൽ ഹൈന്ദവരെ ജാതി തിരിച്ച് പട്ടിക ഉണ്ടാക്കി എന്ന് ആരോപണം വരുന്നുണ്ട്. കൃഷ്ണകുമാർ തോൽവിയിൽ റെക്കോർഡിടാൻ ശ്രമമെന്ന് പരോക്ഷ പരിഹാസം. മുൻ നഗരസഭാ ചെയർമാനെ കാണാനില്ല, അവരെ വല്ലാതെ ദ്രോഹിച്ചു. വനിതകളെ ചേർത്ത് പിടിക്കുമെന്ന് പറയുന്ന ബി.ജെ.പി ഇതൊന്നും കാണുന്നില്ലെന്ന് വി.കെ. ശ്രീകണ്ഠൻ. യോഗം വിളിച്ചുകൂടാൻ കഴിയാത്ത നഗരസഭ റെക്കോർഡ് പാലക്കാടിനാണ്. കച്ചവട മോർച്ചയാണ് ഇവരുടേത്. സ്വന്തം കുടുംബത്തിലെ അംഗത്തിന്റെ വോട്ട് വെട്ടിമാറ്റാൻ ശ്രമിച്ച ആളുകളാണ് ഇക്കൂട്ടർ. ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതമെന്നും പ്രിയ അജയനെയും പ്രമീള ശശിധരനെയും കുറിച്ചുള്ള പരാമർശത്തിൽ വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. സന്ദീപ് വാര്യർ പാർട്ടിയിലെത്തിയത് വർഗീയ നിലപാട് തിരുത്തി മാപ്പ് പറഞ്ഞപ്പോഴാണ്. അതുപോലെ ആർക്കും വരാമെന്ന് ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു. വർഗീയ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയായിട്ട് സന്ധിച്ചില്ല. പലപ്പോഴും ഇവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അവരെ ബി.ജെ.പി വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ, വർഗീയ നിലപാടുകൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ, ബി.ജെ.പിയുടെ ആശയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ 2 കൈ നീട്ടി സ്വീകരിക്കും എന്ന് ഞങ്ങൾ പരസ്യമായി പറഞ്ഞു.